മന്നം ജയന്തി ദിനാഘോഷങ്ങൾ സമാപിച്ചു. കൃത്യം രാഷ്ട്രീയ നിലപാട് പറഞ്ഞാണ് മന്നം ജയന്തി ദിനാഘോഷങ്ങൾക്ക് സമാപനമായത്. NSSന്റെ രാഷ്ട്രീയം എന്ന് ചോദിച്ചാൽ എല്ലാവരും പറയും അത് സമദൂരമാണ് എന്ന്. എന്നാൽ NSS ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർ പറഞ്ഞത് ശരിദൂരവുമുണ്ട് സമദൂരവുമുണ്ട് എന്നാണ്. ശബരിമലയിൽ NSS എടുത്തത് ശരിദൂരമാണ്, രാഷ്ട്രീയത്തിൽ മറ്റു വിഷയങ്ങളിൽ സമദൂര സിദ്ധാന്തമാണ് എന്നാണ് സുകുമാരൻ നായർ പറഞ്ഞു വെച്ചത്. ശബരിമലയാണല്ലോ ഇന്ന് കേരളത്തിൽ ചർച്ച ചെയ്യുന്ന ഏറ്റവും വലിയ വിഷയം. അതുകൊണ്ട് തന്നെ ശബരിമല വിഷയത്തിൽ NSS എടുത്ത ശരിദൂരം അത് സർക്കാരിനോടൊപ്പം നിൽക്കുന്നതാണ്, സർക്കാരിൻ്റെ നിലപാടിന് പിന്തുണ അറിയിക്കുന്നതാണ്. ശബരിമല സ്വർണ്ണ കവർച്ചയിൽ അന്വേഷണം നടക്കുന്നുണ്ട്, സർക്കാരും കോടതിയും അവരുടെ കർത്തവ്യം കൃത്യമായി നിർവഹിക്കുന്നുണ്ട് എന്നാണ് സുകുമാരൻ നായർ പറഞ്ഞ വാക്ക് വളരെ ശ്രദ്ധിക്കണം. കർത്തവ്യം സർക്കാരിൻ്റെ കർത്തവ്യം കൃത്യമായി നിർവഹിക്കുന്നുണ്ട് എന്ന്. അതോടൊപ്പം അദ്ദേഹം പറഞ്ഞ മറ്റൊരു കാര്യം, ആഗോള അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കാൻ തീരുമാനിച്ചത് ശബരിമല വിഷയത്തിൽ ശബരിമലയിൽ തീർത്ഥാടകർക്ക് വേണ്ടി എല്ലാ സൗകര്യവും ഒരുക്കുന്നുണ്ട് സർക്കാർ. ശബരിമല വിഷയത്തിൽ സർക്കാർ നല്ല രീതിയിലാണ്, ശരിയായ രീതിയിലാണ് മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെയാണ് അയ്യപ്പ സംഗമത്തോട് സഹകരിക്കാൻ തീരുമാനിച്ചത്. അതിൽ തെറ്റില്ല. അതിന് വളരെയേറെ വിമർശനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നു എനിക്ക്, NSSനും എന്തിനേറെ പറയുന്നു എനിക്ക് വ്യക്തിപരമായി. എൻ്റെ കുടുംബത്തെ പോലും ആക്രമിച്ചു. ഇതാണ് അദ്ദേഹം പറഞ്ഞ വാക്ക്. എന്ന് വെച്ചാൽ ശബരിമല വിഷയത്തിൽ സർക്കാരിൻ്റെ നിലപാടിനോടൊപ്പം നിൽക്കേണ്ടി വന്നതിൽ വലിയ വിമർശനം, അക്രമം നേരിടേണ്ടി വന്നു NSSും ഞാൻ വ്യക്തിപരമായും എൻ്റെ കുടുംബത്തെ പോലും വെറുതെ വിട്ടില്ല എന്ന് പറഞ്ഞ സുകുമാരൻ നായർ കോൺഗ്രസിനെയും BJPയെയും രൂക്ഷമായി വിമർശിക്കുകയും ചെയ്യുന്നുണ്ട്. ശബരിമല വിഷയത്തിൽ രാഷ്ട്രീയ ദുഷ്പ്രചാരണം നടത്തുന്നത് അവസാനിപ്പിക്കണം. ആരാണ് രാഷ്ട്രീയ ദുഷ്പ്രചാരണം നടത്തുന്നത്? സംശയമില്ല, UDF ആണ്. മാതൃഭൂമിയും മലയാള മനോരമയും കൊടുത്ത വാർത്തകളിൽ പറയുന്നത് ഇങ്ങനെയാണ്: ഇക്കാര്യത്തിൽ രാഷ്ട്രീയ താല്പര്യം വെച്ചുകൊണ്ട് നടത്തുന്ന ദുഷ്പ്രചാരണങ്ങൾ തെറ്റാണെന്നാണ് NSSന്റെ അഭിപ്രായം. ശബരിമല സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ട് ദുഷ്പ്രചാരണങ്ങൾ നടക്കുന്നുണ്ട്. ആരാണ് നടത്തുന്നത്? UDF ആണ്, BJP ആണ്. അത് തെറ്റാണ് എന്നാണ് NSSന്റെ അഭിപ്രായം. ശബരിമല സ്വർണ്ണ കവർച്ച കേസിൽ കുറ്റവാളികൾ ആരായാലും അവരെ നിയമത്തിന് മുൻപിൽ കൊണ്ടുവരുന്നതിന് സർക്കാർ സംവിധാനങ്ങൾ, കോടതിയും അവരുടെ കടമ നിറവേറ്റുന്നുണ്ട്. ഇതിൽ എന്തെങ്കിലും പാളിച്ച സംഭവിച്ചാൽ മാത്രം മറ്റുള്ളവർ ഇടപെട്ടാൽ മതി. ആരാണ് മറ്റുള്ളവർ? സ്വാഭാവികമായും UDFും BJPയുമാണ്. ഇക്കാര്യത്തിൽ രാഷ്ട്രീയ താല്പര്യം വെച്ചുകൊണ്ട് നടത്തുന്ന ദുഷ്പ്രചാരണങ്ങൾ തെറ്റാണെന്നാണ് NSSന്റെ അഭിപ്രായം എന്നുകൂടി പറഞ്ഞു വെക്കുന്നു. വളരെ കൃത്യമാണ്. UDFനെയും BJPയെയും വിമർശിക്കുന്നു NSS. ശബരിമല വിഷയത്തിൽ സർക്കാരിനോടൊപ്പം നിൽക്കുന്നു. അതോടൊപ്പം BJPക്കെതിരെ ഉയർത്തുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വിഷയമുണ്ട്. ശബരിമല സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതി വിധി വന്നു. ആ വിധിയെ തുടർന്ന് ശബരിമലയിൽ സംഘർഷമുണ്ടായി. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം സംഘർഷമുണ്ടായി. അന്ന് NSS ഒരു നിലപാടെടുത്തു. സ്ത്രീകളെ, എല്ലാ വിഭാഗത്തിലും പെട്ട സ്ത്രീകളെ ശബരിമലയിൽ പ്രവേശിപ്പിക്കരുത്, ആചാരാനുഷ്ഠാനങ്ങൾ സംരക്ഷിക്കണം. ആ നിലപാട് NSS മുന്നോട്ട് വെച്ചു. അതിന് പിന്തുണ പ്രഖ്യാപിച്ച് രാഷ്ട്രീയ പാർട്ടികൾ മുന്നോട്ട് വന്നു, സമരത്തിനിറങ്ങി. സുപ്രീം കോടതി പിന്നീട് ആ ഉത്തരവ് മരവിപ്പിക്കുകയും ചെയ്തു. അതിനുശേഷം കേന്ദ്ര സർക്കാരിന് ഇടപെടാമായിരുന്നു, കേന്ദ്ര സർക്കാരിന് നിയമനിർമ്മാണം നടത്താമായിരുന്നു. അതിനുവേണ്ടി BJPയോടും കേന്ദ്ര സർക്കാരോടും ആവശ്യപ്പെട്ടിട്ടും ഒരു നിലപാട് എടുത്തില്ല BJP. ഒരു ചെറിയ അനുകൂലമായ നിലപാട് പോലും സ്വീകരിക്കാൻ BJP തയ്യാറായില്ല. BJPയുടെ കേന്ദ്ര സർക്കാർ വിചാരിച്ചാൽ വളരെ നിമിഷങ്ങൾ കൊണ്ട് പരിഹരിക്കാൻ കഴിയുന്ന പ്രശ്നമാണ് ശബരിമലയിലെ സ്ത്രീ പ്രവേശന വിഷയം. അതിന് മുൻകൈയെടുത്തില്ല BJP. കേരളത്തിൽ ആചാര സംരക്ഷണത്തിനു വേണ്ടി വലിയ സമരം നടത്തുകയും വലിയ വായിൽ വർത്തമാനം പറയുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അതേ BJPയാണ് ഒരു നിലപാടും സ്വീകരിക്കാതെ ഒളിച്ചു കളിക്കുന്നത് എന്ന് കൂടി പറയുന്നു NSS. എന്ന് വെച്ചാൽ ശബരിമല വിഷയത്തിൽ NSSന്റെ നിലപാട് വളരെ കൃത്യമാണ്. അത് സർക്കാരിനോടൊപ്പമാണ്. അതോടൊപ്പം UDFനും BJPക്കും എതിരാണ്. NSSന്റെ ജനറൽ സെക്രട്ടറി സുകുമാരൻ നായരുടെ പ്രസംഗത്തിലെ വാചകങ്ങൾ മാത്രം മാതൃഭൂമിയും മലയാള മനോരമയും
അച്ചടിച്ച് കൊടുത്ത വാർത്തകളിൽ പറയുന്നത് മാത്രം പരിഗണിച്ചാൽ തന്നെ NSSന്റെ നിലപാട് വ്യക്തമാണ്. അത് സർക്കാരിന് അനുകൂലമാണ് ശബരിമല വിഷയത്തിൽ. അതോടൊപ്പം UDFനും BJPക്കും എതിരുമാണ്.